അങ്കനവാടിയിൽ നിന്നും അമ്മ വിളിച്ചുകൊണ്ടു പോകുമ്പോൾ ആ പാവം കുഞ്ഞ് അറിഞ്ഞിരുന്നില്ല അമ്മ തന്നെ ഇല്ലാതാക്കുമെന്ന്. പാലത്തിനടുത്തെത്തി പുഴയിൽ എറിയും വരെ ആ കുഞ്ഞ് എത്ര ആത്മവിശ്വാസത്തോടെയായിരുന്നിരിക്കണം ആ അമ്മയുടെ ഒക്കത്തിരുന്നത്. താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പുഴയിൽ വലിച്ചെറിഞ്ഞു കൊല്ലാൻ എന്നുപോലും ചിന്തിക്കാൻ പറ്റാത്ത പ്രായം. കഴിഞ്ഞ രാത്രി മനസാക്ഷിയുള്ളവർ ആരും തന്നെ ഉറങ്ങിയില്ല. ജീവനോടെ ഉണ്ടാകുമെന്ന് ആശിച്ചു. പക്ഷേ പുലർച്ചെ 2 മണിയോടെ നാട്ടുകാരും സ്കൂബ സംഘവും ആ കുഞ്ഞിൻ്റെ മൃതദേഹം പുഴയിൽ നിന്നും കോരിയെടുത്തു. പുഴയിലെറിഞ്ഞ് തൻ്റെ പിഞ്ചോമനയെ കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഓട്ടോയിൽ കയറി തൻ്റെ വീട്ടിലെത്തി അമ്മ സന്ധ്യ. മകളെക്കുറിച്ച് പോലീസ് പലവട്ടം ചോദ്യം ചെയ്തു. മകളെ കൊലപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് ഒരു കൂസലുമില്ലാതെ സന്ധ്യ പറഞ്ഞു, കൊന്നു. എങ്ങനെ സാധിച്ചു തന്നെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനെന്ന് ഓരോ മലയാളികളും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കുട്ടികളെ കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിരുന്നു അത്രേ മുൻപ്. കുടുംബകലഹം പതിവായിരുന്നു. സന്ധ്യ ഭയങ്കര ദേഷ്യക്കാരിയുമായിരുന്നു. കുട്ടികളെ ഉപദ്രവിക്കുമായിരുന്നു. സന്ധ്യയുടെ മാനസികാരോഗ്യത്തെപ്പറ്റി ഭർത്തൃ വീട്ടുകാർ പലപ്പോഴും പറഞ്ഞിരുന്നു അത്രേ. എന്തായാലും അമ്മയുടെ മാനസികാരോഗ്യം അടക്കം അറിയേണ്ടതുണ്ട്. എന്തിനു വേണ്ടി ഈ കൊടും ക്രൂരത ചെയ്തു എന്നും അറിയേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി, ശാരീരികവും മാനസികവുമായ പീഡനം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കണ്ണീർ നോവായി കല്യാണി. മാനസിക പിരിമുറുക്കം അത്യന്തം ഗുരുതരമായി മാറുമ്പോൾ അമ്മമാർ കുട്ടികളെ കൊല്ലുന്നത് പോലെയുള്ള അതിക്രൂരമായ സംഭവങ്ങൾ സംഭവിച്ചേക്കാം. മാനസിക സമ്മർദ്ദങ്ങൾ മാനസിക രോഗങ്ങൾക്ക് കാരണമാകാം. പാരമ്പര്യമായിട്ടും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രസവത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഡിസോർഡേഴ്സ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. യഥാസമയം ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അത് രൂക്ഷമാകും. കൂടെ രൂക്ഷമായ കുടുംബ പ്രശ്നങ്ങൾ രോഗത്തെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. മാനസിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാനസിക തളർച്ചയും നിരാശയും അരിശവും ദേഷ്യവും യുക്തിരഹിതമായ ചിന്തയും ഒക്കെ വരാം. അത്യന്തം ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതും ചികിത്സിക്കേണ്ടതുമായ ഒരു പ്രശ്നമാണ് മാനസികാരോഗ്യം. മാനസിക രോഗ വിദഗ്ധരുടെ പരിചരണം അനിവാര്യമായ ഒന്ന് തന്നെയാണ്. മാനസിക പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് നിസ്സാരമായി നിങ്ങൾ കണക്കാക്കരുത്. ചികിത്സ എടുക്കേണ്ടപ്പോൾ യഥാസമയം ചികിത്സിക്കുക തന്നെ വേണം. പെരുമാറ്റത്തിൽ വ്യത്യസ്തത കാണുമ്പോൾ തന്നെ ചികിത്സയ്ക്കായി വിദഗ്ധരെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കൊല്ലം ജില്ലയിലെ ദിവ്യ 3 മാസം പ്രായമായ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായി ശ്വാസം മുട്ടിച്ചു കൊന്ന കഥ നമ്മൾ കേട്ടിട്ട് അധികം നാളായില്ല. പിന്നീട് അത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്ക് എത്തിയ ദിവ്യ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്തരം മാനസിക പ്രശ്നങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടും ചികിത്സയും ലഭിച്ചില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടതായി വരും. ഭർത്തൃവീട്ടിൽ നിന്നും നിരന്തരം മാനസിക പീഡനം ഉണ്ടായിരുന്നു എന്ന് സന്ധ്യ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. കുടുംബ പ്രശ്നത്തെക്കുറിച്ച് പോലീസിൽ മുൻപ് പരാതിപ്പെട്ടിരുന്നു എന്നും പറയുന്നു. കുറ്റം ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ഇനിയുള്ള കുഞ്ഞിനെ കൊല്ലാതെ നോക്കണം. എന്തിനെന്നറിയാതെ വെള്ളത്തിലേക്ക് തന്നെ എടുത്തെറിഞ്ഞപ്പോൾ ആ പിഞ്ചു കുഞ്ഞ് അപ്പോൾ വിളിച്ചിട്ടുണ്ടാവുക അമ്മേ എന്ന് തന്നെയാകും. ഇങ്ങനെ ഒരു ദുരന്തം ഒരു കുഞ്ഞുമക്കൾക്കും സംഭവിക്കല്ലേ തമ്പുരാനെ. എന്തു തന്നെയായാലും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടായാലും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായാലും മറ്റെന്ത് പ്രശ്നമാണെങ്കിലും കുഞ്ഞുമക്കളെ ഇല്ലാതാക്കാൻ നോക്കല്ലേ നിങ്ങൾ. ഒരമ്മയും ഇത്ര ക്രൂരയാകരുത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി മരുന്നും പ്രാർത്ഥനയുമായി കഴിയുന്ന ഒരുപാട് ദമ്പതികൾ ഉള്ള നാട്ടിലാണ് ഈ കൊടും ക്രൂരത. കുറ്റം ചെയ്തവർക്ക് നല്ല ശിക്ഷ തന്നെ നൽകട്ടെ. കല്യാണിയുടെ ആത്മാവിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം.